ಶಬರಿಮಲೆಯಲ್ಲಿ ತೀರ್ಥಯಾತ್ರೆಯ ಮತ್ತೊಂದು ಮುಂಜಾನೆ ಆರಂಭವಾಗಿದೆ. ಕೇರಳದ ಮೋಟಾರು ವಾಹನ ಇಲಾಖೆಯು ಹಿಂದಿನ ವರ್ಷಗಳಂತೆ ಭಕ್ತರನ್ನು ಬರಮಾಡಿಕೊಳ್ಳಲು ರಾಜ್ಯ ಸರ್ಕಾರದ ಯಂತ್ರಕ್ಕೆ ತನ್ನ ಬೆಂಬಲವನ್ನು ನೀಡಲು സജ്ജാಗಿದೆ. എംഇഡിയുടെ സേഫ് സോൺ കേരള പദ്ധതി ശബരിമലയെ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. അതിനോട് നിങ്ങൾ വളരെ നന്നായി സഹകരിക്കുകയും സേഫ് സോൺ പദ്ധതി വിജയമാക്കാൻ ഈ വർഷവും നിങ്ങളുടെയൊക്കെ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. വാഹനങ്ങൾ വഴിയിൽ പെട്ടുപോയാൽ ബ്രേക്ക് ഡൗൺ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ മേളിലുണ്ടാകുന്ന വാഹനക്കുരുക്ക് അയ്യപ്പന്മാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് സേഫ് സോൺ പദ്ധതിയിൽ 20 വാഹന ഡീലർമാരുമായി ബന്ധപ്പെട്ട് അവരുടെ മെക്കാനിക്കുകളെ ഉപയോഗിച്ച് ഒരു വണ്ടി ബ്രേക്ക് ഡൗൺ ആയാൽ 10 മിനിറ്റിനുള്ളിലെങ്കിലും അവിടെ മെക്കാനിക്കുകൾ എത്തുകയും വണ്ടി പരിഹരിച്ച് കൊണ്ടുപോകാനും അല്ലെങ്കിൽ ക്രെയിൻ ഉപയോഗിച്ച് റോഡിൽ നിന്ന് മാറ്റണമെങ്കിൽ മാറ്റാനുള്ള എല്ലാ സംവിധാനവും സേഫ് സോണിൽ ഈ വർഷവും നമ്മൾ ഒരുക്കിയിരിക്കുകയാണ്. ഈ വലിയ വാഹനങ്ങൾ വരുന്ന ഈ തിരക്കിട്ട സ്ഥലത്തേക്ക് ഓട്ടോറിക്ഷയിൽ വരുന്നത് അപകടത്തിന് കൂടുതൽ സാധ്യതയുണ്ട്. അതുകൊണ്ട് കഴിയുന്നതും ഓട്ടോറിക്ഷ ഒഴിവാക്കുക. നിങ്ങൾക്ക് പമ്പയിൽ നിന്ന് ബസ് കയറി ദൂര സ്ഥലത്തേക്ക് പോകണമെങ്കിൽ പോകാം, അല്ലെങ്കിൽ നിലയ്ക്കൽ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടേക്ക് വരാം. ഗുഡ്സ് വാഹനങ്ങളിൽ ചരക്ക് കൊണ്ടുപോകുന്ന വാഹനങ്ങളിൽ കയറി അതിൻ്റെ പുറത്ത് എന്തെങ്കിലും പന്തലൊക്കെ ഇട്ട് റെഡിയാക്കി അതിൽ കയറി ദയവ് ചെയ്ത് ശബരിമലയ്ക്ക് വരരുത്. ശബരിമല റൂട്ടിലേക്ക് ഗുഡ്സ് വാഹനങ്ങളിൽ ആളുകൾ വരരുതെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശമുണ്ട്. അത് പാലിക്കുവാൻ എല്ലാ അയ്യപ്പന്മാരും ശ്രമിക്കണമെന്ന് സ്നേഹത്തോടെ പറയുകയാണ്. ഇത്തവണയും നമുക്കൊരു വലിയ വിജയമായി വളരെ ഉപകാരപ്രദമായൊരു പദ്ധതിയായി ഇതിനെ മാറ്റാൻ എല്ലാവരുടെയും സഹകരണം ഞാൻ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു. ശബരിമല തീർത്ഥാടനത്തിന് വേണ്ടി എത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കുന്നതിനുള്ള എല്ലാവിധ സംവിധാനങ്ങളും കേരള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് സജ്ജീകരിച്ചിട്ടുണ്ട്. എല്ലാ ಭಕ್ತಜನങ്ങൾക്കും ಸುರಕ್ಷಿತമായ ಯಾತ್ರ ಆಶಂಸಿക്കുന്നു. ಶಬರಿಮಲೆಯು ಪ್ರಪಂಚದ ಕೆಲವು ಯಾತ್ರಾ ಕೇಂದ್ರಗಳಲ್ಲಿ ಒಂದಾಗಿದೆ. ಅಲ್ಲಿ ಕಡಿಮೆ ಸಮಯದವರೆಗೆ ಹೆಚ್ಚಿನ ಸಂಖ್ಯೆಯ ಭಕ್ತಾದಿಗಳು ಸಾಕ್ಷಿಯಾಗುತ್ತಾರೆ. ಇದರ ಪರಿಣಾಮವಾಗಿ ಅಗಾಧವಾದ ವಾಹನ ಜನಸಂಖ್ಯೆಯು, ಸವಾಲಿನ ಘಾಟ್ ಭೂಪ್ರದೇಶಗಳು, ಅನಿರೀಕ್ಷಿತ ಯಾಂತ್ರಿಕ ವೈಫಲ್ಯಗಳು, ತಪ್ಪಾದ ಚಾಲನೆ ಇತ್ಯಾದಿಗಳು ಹಲವಾರು ರಸ್ತೆ ಅಪಘಾತಗಳಿಗೆ ಕಾರಣವಾಗುತ್ತವೆ. ಕೇರಳ ಮೋಟಾರು ವಾಹನ ಇಲಾಖೆಯು ರೂಪಿಸಿದ ಮತ್ತು ಜಾರಿಗೊಳಿಸಿದ ಸೇಫ್ ಝೋನ್ ಯೋಜನೆಯು ಅಪಘಾತಗಳು ಮತ್ತು ಅದರ ಪರಿಣಾಮವಾಗಿ ಉಂಟಾಗುವ ಸಾವು ನೋವುಗಳನ್ನು ಹೆಚ್ಚಿನ ಪ್ರಮಾಣದಲ್ಲಿ ನಿಯಂತ್ರಿಸುವಲ್ಲಿ ಪ್ರಮುಖ ಪಾತ್ರ ವಹಿಸಿದೆ. ಈ ವರ್ಷವೂ ಸುರಕ್ಷಿತ ಮತ್ತು ತೊಂದರೆ ಮುಕ್ತ ತೀರ್ಥಯಾತ್ರೆಯನ್ನು ಖಚಿತಪಡಿಸಿಕೊಳ್ಳಲು ಇಲಾಖೆಯು ಸೇಫ್ ಝೋನ್ ಯೋಜನೆಯನ್ನು ಜಾರಿಗೆ ತಂದಿದೆ. 30 ಪ್ರಮುಖ ವಾಹನ ತಯಾರಿಕರ ಸೇವಾ ತಂಡಗಳೊಂದಿಗೆ ತಾಂತ್ರಿಕ ಪರಿಣಿತರನ್ನು ಒಳಗೊಂಡಿರುವ ಒಂದು ಉತ್ತಮವಾದ ತ್ವರಿತ ಪ್ರತಿಕ್ರಿಯೆ ತಂಡವು ಯಾವುದೇ ಘಟನೆಯನ್ನು ಪರಿಹರಿಸಲು ಗಡಿಯಾರದ ಸುತ್ತ ಕಾರ್ಯನಿರ್ವಹಿಸುತ್ತಿದೆ. ಇದಲ್ಲದೆ ರಸ್ತೆ ಸುರಕ್ಷತೆಯ ಬಗ್ಗೆ ಚಾಲಕರಿಗೆ ಮಾರ್ಗದರ್ಶನ ಮತ್ತು ಜಾಗೃತಿಯನ್ನು ಒದಗಿಸುವ, ಸಂಚಾರ ದಟ್ಟಣೆಯನ್ನು ತಗ್ಗಿಸಲು ಮತ್ತು ಅಪಘಾತಗಳ ಸಂದರ್ಭಗಳಲ್ಲಿ ರಕ್ಷಣಾ ಕಾರ್ಯಾಚರಣೆಗಳನ್ನು ಸಂಘಟಿಸಲು ಘಾಟ್ ರಸ್ತೆಗಳಾದ್ಯಂತ ಗಸ್ತು ತಂಡಗಳನ್ನು 24 ಗಂಟೆಯೂ ನಿಯೋಜಿಸಲಾಗಿದೆ. ಗಸ್ತು ತಿರುಗುವ ತಂಡದ ಎಲ್ಲಾ ಎಲೆಕ್ಟ್ರಿಕ್ ವಾಹನಗಳ ಸಮೂಹವು ಪ್ರದೇಶದ ಪ್ರತಿಧ್ವನಿ ಸಂವೇದನವನ್ನು ಪೂರೈಸುತ್ತದೆ. ಇದಲ್ಲದೆ ಬಹುಭಾಷಾ ವಿಡಿಯೋ ಕ್ಲಿಪ್ಪಿಂಗ್ಗಳ ವಿಸ್ತರಣೆ ಮತ್ತು ಸಾಮಾಜಿಕ ಮಾಧ್ಯಮಗಳ ಮೂಲಕ ಬರೆಯುವ ಆಪ್ಗಳನ್ನು ಪ್ರಚಾರ ಮಾಡುವುದು, ಅಪಘಾತ ಪೀಡಿತ ಪ್ರದೇಶಗಳನ್ನು ಪರಿಚಯಿಸುವುದು ನೆರೆ ರಾಜ್ಯಗಳ ಯಾತ್ರಾರ್ಥಿಗಳಿಗೆ ಸಹ ಸಹಾಯಕವಾಗಿದೆ. ಅಲ್ಲದೆ ಸೇಫ್ ಝೋನ್ ಯೋಜನೆಯ ಭಾಗವಾಗಿ ಶಬರಿಮಲೆ ಮಾರ್ಗದುದ್ದಕ್ಕೂ ಎಚ್ಚರಿಕೆಯ ಫಲಕಗಳನ್ನು ಅಳವಡಿಸಲಾಗಿದೆ. ಯಾತ್ರಾರ್ಥಿಗಳು ಯಲವಂಕಲ್, ಏರುಮೇಲಿ ಮತ್ತು ಕುಟ್ಟಿಕಾಣಂನಲ್ಲಿರುವ ಸುರಕ್ಷಿತ ವಲಯ ನಿಯಂತ್ರಣ ಕೊಠಡಿಯನ್ನು ಗಡಿಯಾರದಲ್ಲಿ ಸಂಪರ್ಕಿಸಬಹುದು. ಯಲವಂಕಲ್ 9400044991, ಎರುಮೇಲಿ 9446037100, ಕುಟ್ಟಿಕಾನಂ 9496367974.